നാം ഇപ്പോൾ ദാപ്പോറിജോയിലാണ് എത്തിയിരിക്കുന്നത്. ഇറ്റാനഗർ ഡയോസിസിന്റെ മിഷൻ സ്റ്റേഷനായ ഡാപ്പോറിജോ ഒരു ചെറുപട്ടണമാണ്. മനോഹരമായ സുബാൻസിരി നദി പട്ടണത്തോട് ചേർന്ന് ഒഴുകുന്നത് കാണാം. മുഖ്യമായും ടാഗിൻ ഗോത്രവിഭാഗത്തിലുള്ളവരാണ് ഇവിടെയുള്ളത്. വിദ്യാഭ്യാസപരമായി ഈ സ്ഥലം വളരെ പിന്നിലായിരുന്നു. മിഷണറിമാർ വന്നതിന് ശേഷമാണ് സാക്ഷരത 59% കൈവരിക്കാൻ സാധിച്ചത്. ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ്. അപ്പോഴാണ് ഏറ്റവും നല്ല കാലാവസ്ഥ അനുഭവപ്പെടുന്ന സമയം. നദിക്ക് കുറുകെ കാണുന്ന ഈ ദാപ്പോറിജോ പാലം ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സ്ഥലം കൂടിയാണ്. നമ്മൾ ഡാപ്പോറിജോ ടൗണിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. നമ്മൾ ടൗണിൽ നിന്നൊക്കെ ഇത് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ജില്ലാ തലസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയൊരു ഐഡിയ ആണ്. പക്ഷേ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥകൾ കണ്ടോ, വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. ഈ പാലം ആർമിയുടെ കൂടെ തകരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ പാലം തകർന്ന് വീണാൽ പിന്നെ ഡപ്പോയിലേക്ക് ഒരു സാധനവും വരികയില്ല. കഴിഞ്ഞ 5-6 മാസം മുമ്പ് ഈ പാലം തകർന്നു വീണു. അതിനുശേഷം വണ്ടി അപ്പുറത്ത് വെച്ചിട്ട് സാധനങ്ങൾ ചുമന്ന് ഇങ്ങോട്ട് നടന്നു വരണമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമാണ്. കഴിഞ്ഞ വർഷം ഒരു കൊച്ച് ഇതിൻ്റെ കാല് വീണ് താഴെ വെള്ളത്തിൽ വീണ് മരിച്ചു. LKG പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി. അതേപോലെ കുട്ടികൾക്കും ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. ഇറ്റാനഗറിൽ നിന്ന് ഏകദേശം 12 മണിക്കൂർ എത്തും ഈ ഡാപ്പോറിജോ എത്താൻ വേണ്ടി. ആൾക്കാർ ചോദിക്കും, അച്ഛൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. പറയും അരുണാചലിലാണ്. ഇത്രയും ദൂരത്ത്. ഞാൻ പറയും അപ്പർ സുബാൻസിരി ചൈനയുടെ ബോർഡറാണ്. അരുണാചലിൽ ഏറ്റവും ദൂരം കൂടിയ മിഷനിലൊന്നാണ് ഡാപ്പോറിജോ മിഷൻ. ഏകദേശം 12 മണിക്കൂർ യാത്ര ചെയ്ത്, യാത്രയിൽ യാതൊരുവിധ സേഫ്റ്റിയുമില്ല. എപ്പം വേണേലും മലയിടിഞ്ഞ് പോയേക്കാം, എപ്പം വേണേലും വഴി ബ്ലോക്കാകാം. ഇവിടുന്ന് ആശുപത്രി പോണേ പോലും 12 മണിക്കൂർ യാത്ര ചെയ്തു വേണം ഇവിടുന്ന് കടന്നു പോകാൻ. നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ആദ്യം സാധാരണ ഇവിടെ വരുന്നവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അവർ പറയും, അയ്യോ അച്ഛാ വയ്യ, നടുവൊക്കെ ആകെ ഇളകി മറിഞ്ഞു. ഇതാണ് ഡപ്പോയിലേക്ക് വരുന്ന ഓരോ വ്യക്തികളുടെയും അനുഭവം. ഒത്തിരിയേറെ കഷ്ടപ്പാടുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. അവരോടൊപ്പം ഞങ്ങളും ഇങ്ങനെ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് സന്തോഷത്തോടു കൂടി യേശുവിന് വേണ്ടി ഈ വേല ചെയ്യുന്നു. എല്ലാവർക്കും ഡാപ്പോറിജോ ദേവാലയത്തിലേക്ക് സ്വാഗതം. നമുക്ക് പള്ളിയിലേക്ക് പോകാം. പോയേക്കല്ലേ? ദാപ്പോറിജോ മിഷൻ സ്റ്റേഷന്റെ കേന്ദ്ര ബിന്ദു ഗുഡ് ഷെപ്പേർഡ് കാത്തലിക് ചർച്ച്. ജയ് യേശു. ഇറ്റാനഗർ രൂപതയുടെ അപ്പർ സുബാൻസിരി ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായ ഡാപ്പോറിജോ മിഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് ഞാൻ, ഫാദർ തോമസ് PC, ഇടവക വികാരി, ഫാദർ വിപിൻ, അസിസ്റ്റൻ്റ് വികാരി, ഞങ്ങളിവിടെ സംസാരിക്കുന്നത്. ഡാപ്പോറിജോ മിഷൻ ഇറ്റാനഗർ രൂപതയുടെ ഒരു വലിയ ഇടവകയാണ്. ഏകദേശം 500ഓളം കുടുംബങ്ങൾ അടങ്ങുന്നതാണ് ഈ സെൻറ്ററായ മിഷൻ. ഇവിടെ ഏകദേശം 11 കുടുംബ കൂട്ടായ്മകളും 13 വില്ലേജ് ചർച്ചുകളും എല്ലാം കൂടി ഏകദേശം 800 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഡാപ്പോറിജോ മിഷൻ തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷം പിന്നിട്ടു. ഇവിടെ ആദ്യമായിട്ട് ഫാദർ മാത്യു കണ്ണാട്ട് തെസ്പൂർ രൂപതയിൽ നിന്നുള്ള അച്ഛനാണ് ഈ മിഷൻ ഏറ്റെടുത്തത്. ഈ ഇടവക ആരംഭിച്ചത് ഒരു വീട്ടിൽ ദീപബലി അർപ്പിച്ചുകൊണ്ടാണ്. വീടുകളിൽ ഇവിടെയുള്ള ക്രിസ്തീയ ജനങ്ങൾ ഒരുമിച്ച് കൂടി ദൈവബലി അർപ്പിച്ചു. അതിനുശേഷം മുളകൊണ്ട് ചെറിയ ഒരു ദേവാലയം ആദ്യമായിട്ട് ലിറുക് എന്ന വില്ലേജിൽ സ്ഥാപിച്ചു. അതിനുശേഷം തെസ്പൂർ രൂപതയിലെ അച്ഛന്മാരും 2005 ഇറ്റാനഗർ രൂപത ഉണ്ടായതിനു ശേഷം രൂപതയിലെ അച്ഛന്മാരും അതേപോലെ തന്നെ ക്ലരീഷ്യൻ ഫാദേഴ്സും ഇവിടെ ജോലി ചെയ്തു.
2010 പള്ളോട്ടൈൻ സന്യാസ സമൂഹം ഈ മിഷൻ ഏറ്റെടുത്തു. അതിനുശേഷം 8 വർഷക്കാലമായിട്ട് ഇവിടെ പള്ളോട്ടൈൻ സഭയുടെ സേവനങ്ങൾ നടന്നു വരികയാണ്. ഈ മിഷൻ ഏറ്റെടുത്തപ്പോൾ ഇവിടെ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളാണ്, കൂടുതലും വിധവകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാരുമാണ്. ഇവിടെ ഒരു നല്ല ദേവാലയം കെട്ടിപ്പടുത്തണം എന്ന അവരുടെ ഒരു സ്വപ്നമായിരുന്നു. അവർ ചെറുതായ ജോലികൾ ചെയ്ത് തങ്ങളുടെ അനുദിന ജീവിതത്തിന് വേണ്ടി വരുമാനം കണ്ടെത്തുന്നു. അതിൽ നിന്ന് ഒരു ഷെയർ എടുത്ത് മാറ്റി വെച്ചാണ് ഈ ദേവാലയം ഓരോ ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ദേവാലയത്തിന് വേണ്ടി ഇവിടെ വന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പുഴയിൽ നിന്ന് കല്ലുകൾ ചുമന്ന് അത് പൊട്ടിച്ച് എല്ലാവരുടെയും കഠിന പ്രയത്നങ്ങളുടെ ഫലമായിട്ട് ഒരു മനോഹരമായ ദേവാലയം ഇവിടെ കെട്ടിപ്പണിതുവാൻ സാധിച്ചു. ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങളും ഒത്തിരിയേറെ വിയർപ്പിൻ്റെയും ഒത്തിരി പേരുടെ അധ്വാനത്തിൻ്റെയും ഫലമാണ് ഈ ദേവാലയം. ഇന്ന് ഈ ദേവാലയത്തിൽ ഒത്തിരിയേറെ ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടു പുറകിലാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്. ഇവിടെ ആദ്യം എന്ത് അസുഖം വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അവർ ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. അവിടുന്ന് മരുന്ന് മേടിച്ച് ഉടനെ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് അതിനെ ആശീർവദിച്ച് വിശ്വാസത്തോടു കൂടി അതിനെ സ്വീകരിക്കുമ്പോൾ അവർക്ക് ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ദിവസം പ്രതി ഒത്തിരിയേറെ ആൾക്കാർ പല സമയത്തും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹവും അതേപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ദേവാലയം വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെയും ഒരു ഫലമാണ്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇതേപോലെ തന്നെ നമുക്ക് 10-13 വില്ലേജുകളുണ്ട്, പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. വെറും ബാമ്പു കൊണ്ട് അതേപോലെ തന്നെ ഇല കൊണ്ട് മേഞ്ഞ ദേവാലയത്തിലാണ് അവരിപ്പോൾ ദിവ്യബലി അർപ്പിക്കുന്നത്. ഇനിയും ഒത്തിരിയേറെ ചെറിയ ചെറിയ ദേവാലയങ്ങൾ കെട്ടിപ്പടുത്തുവാൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജയ് യേശു. ഈ കാണുന്ന പുതിയ ദേവാലയത്തിനു വശത്തായി കാണുന്നത് ഇതിനു മുൻപുണ്ടായിരുന്ന ചെറിയ ദേവാലയമാണ്. മിഷന്റെ വളർച്ചയുടെ നാഴിക കല്ലുകൂടിയാണ് ഈ ചെറു ദേവാലയം. ചേർന്നു തന്നെ മിഷന്റെ തന്നെ സേക്രഡ് ഹാർട്ട് സ്കൂളും കാണാം. പഴയ പള്ളിയുടെ ഉള്ളിൽ ഇപ്പോൾ മറ്റൊരു പുണ്യപ്രവൃത്തിയാണ് നടക്കുന്നത്. इस साइड में एक स्ट्रेट करना गया ऐसा, देखो ऐसा ना, स्ट्रेट करके ऐसा करके अच्छे से आस्ते आस्ते करके ജയ് ജയ്ശു. എൻ്റെ പേര് സിസ്റ്റർ എൽസി. ഞാൻ ദിവികാരണി ആരാധന സഭയിലെ ഒരംഗമാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ മിഷൻ തുടങ്ങിയത് 2003 നവംബർ 17 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ആദ്യമായി ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ വളരെ കാര്യമായിട്ട് ഇവിടുത്തെ ഇടവക ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എവിടെ ഇടവക ജനങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ പള്ളി നിറച്ച ആൾക്കാരുണ്ട്. സ്ത്രീകളാണേലും വെറുതെ വീട്ടിലിരിക്കുന്നു, വെറുതെ സമയം പാഴാക്കുന്നു. അവർ ചീട്ട് കളിച്ചും വെറുതെ വില്ലേജിലൊക്കെ വെറുതെ ഇരുന്നും അല്ലെ കടകളിൽ വെറുതെ ഇരുന്ന് അവരുടെ സമയം വെറുതെ അവർ പാഴാക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച് ചിന്തിച്ചപ്പോൾ ഓർത്തു, ഇവരുടെ ആ സ്കില്ല്, ഇവരെവിടെ കഴിവുള്ളവരാണ്, എന്തെങ്കിലും അവർക്ക് സമ്പാദിക്കാൻ എന്തെങ്കിലും കണ്ടെത്തണമെന്ന തീരുമാനത്തോടു കൂടി ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ ഒരു തയ്യൽ സെൻറ്റർ ഇങ്ങനെ തുടങ്ങിയാലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങണമെന്ന് ഞങ്ങളുടെ ബിഷപ്പുമായിട്ട് പിതാവുമായിട്ട് ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ പിതാവ് സമ്മതിച്ചു. അപ്പോൾ ആദ്യം നമ്മുടെ ഐഡിയയുടെ സഹായത്തോടു കൂടി നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റോടു കൂടിയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. ആ പ്രോജക്റ്റിൽ നമ്മൾ കിട്ടുന്ന പൈസ ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു. അങ്ങനെയാണ് ഈ മെഷീനൊക്കെ വാങ്ങിച്ചെല്ലാം ഇവിടെ ഇട്ടതൊക്കെ.
അപ്പം ആ പൈസ കൊണ്ട് നമ്മളെ ഇവരെ സഹായിച്ചു. ഇവരിൽ നിന്ന് അന്നേരം ഒന്നും പൈസ നമ്മൾ വാങ്ങിക്കുന്നില്ലായിരുന്നു. ഇവർ ഫ്രീ ആയിട്ട് വന്ന് പഠിച്ച് ഇവർ പോവുക, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 വർഷമായി കണ്ടിന്യൂസ് ഇവിടെ തയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഷിഫ്റ്റായിട്ടാണ് ഇവിടെ തയ്യൽ നടക്കുന്നത്. അപ്പോൾ ആദ്യം തയ്യൽ നടന്നവരെല്ലാം അവർ 3 മാസം ഇവിടെ തയ്യൽ പഠിച്ച ശേഷം അവർക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് അവർ കൊണ്ട് ചിലപ്പോൾ ഗവൺമെൻറ്റിൽ അവർ കാണിച്ചാൽ ചിലർക്ക് അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും ജോലി കിട്ടാറുണ്ട്. അതുപോലെ തന്നെ അവർ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് പിന്നെ സ്വന്തമായി മെഷീൻ വാങ്ങിച്ച് കടയിലിരുന്നുകൊണ്ട് അവർ തയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു പാൻസിൻ്റെയോ അതെന്തെങ്കിലും ഒരു കീറുവോ സൈഡ് വെട്ടി തയ്ക്കുകയോ ചെയ്താൽ 100 രൂപ അവർക്ക് കിട്ടും ഒരു പാൻസിൻ്റെ അടി തയ്ക്കുന്നതിന്. അതുപോലെ പലത് കിട്ടുമ്പോൾ അവർ ദിവസം 500 രൂപ ഇങ്ങനെ കൂടുതൽ സമ്പാദിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഇന്ന് ഇവിടുത്തെ സ്ത്രീജനങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ ശിഥിലമാകുന്ന കുടുംബങ്ങൾ വളരെ കുറവാണ്. അതിന് മുഖ്യ കാരണം സ്വയം പര്യാപ്തതയാണ്. മുൻപിവർ കുടുംബത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് നയിച്ചു പോന്നിരുന്നതെങ്കിൽ ഇന്ന് ഇവർ സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ഉത്തരവാദിത്വ ബോധം ആർജിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മളെങ്ങനെയാണ് വീട്ടിൽ ജീവിക്കേണ്ടത്, എന്നാണ് ചെയ്യേണ്ടത്. 100 രൂപ കിട്ടിയെന്നാൽ നിങ്ങൾ 10 രൂപ എത്രയായാലും നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ട ശേഷം 90 രൂപ നിങ്ങൾ ചിലവാക്കിക്കോ, ബാക്കി 10 രൂപ നിങ്ങൾ സമ്പാദിക്കുക. അങ്ങനെയല്ല ഇവർക്ക് പറഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് ഇവർ ഒത്തിരി അതിൽ നിന്നും വ്യത്യാസങ്ങൾ ഇവർക്ക് കാണാനുണ്ട്. ഇവർക്ക് വളരെ സ്നേഹമാണ് നമ്മളോട്. അതുപോലെ തന്നെ ഇവർ വീടുകളിൽ എന്തെങ്കിലും ഇവർക്ക് വിഷമങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ എന്തെങ്കിലും വേദന രോഗങ്ങൾ വരുമ്പോൾ വേഗം ഓടി ഇവിടെ വരും. ഇവിടെ വന്ന് അച്ഛന്മാരെ വിളിക്കും, പിന്നെ ഫാദർ പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറയും. ഉടനെ തന്നെ അച്ഛനെ വേഗം പിന്നെ സ്റ്റോളും എടുത്ത് ഹോളി വാട്ടറും എടുത്ത് ഞങ്ങളെയും വിളിച്ച് അന്നേരം പോയി വേഗം ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു വരും. അപ്പോൾ അവർക്കെല്ലാം അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ഇവിടെ അച്ഛന്മാരെപ്പോഴും റെഡി ആയിട്ടിരിക്കുക. അവർ വന്നു കഴിയുമ്പോഴേ വേഗം വിളിക്കുമ്പോഴേ പോകാനായിട്ട് എല്ലാത്തിനും അവർ റെഡി. സാധാരണ ഈ സെൻറ്റർ ഇട്ടിട്ട് ഇവിടുന്ന് അച്ഛന്മാർ 3 പേരുണ്ട്. ഇപ്പം അവരങ്ങനെ പോകാറില്ല. ആയാലും ഒരാൾ ഇവിടെ കാണും എല്ലാ കാര്യത്തിലും എപ്പോഴും സഹായിക്കാനായിട്ട്. അങ്ങനെ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ പോകുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കുള്ള അനുഭവം. ജയ് ജയിച്ചു. Ternyata dapur dijaga anak abu samulga keluga abu apa genam benam anak gelin genam abu ni gamam katam tetne ke melenga kala ke atuga so melenga ke ajo. Loka kangam yana ngunga mokasi is loka kangam yana ngunga mokasi kala 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 sin kangam lama Dinda loka kangam yana ngunga mokasi is loka kangam yana ngunga mokasi mela sin mengam lama Dinda loka kangam yana
ഗലോക കാങ്ങമയാന മുൻക മോക്കസി. കേരളത്തിൽ നിന്നുള്ള SABS കോൺഗ്രിഗേഷനിൽ നിന്നുള്ള സന്യാസിനിമാർക്ക് വിശ്രമമില്ല. അവർ കഴിയുന്നതും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീജനങ്ങളെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരുന്നു. പറ്റുന്ന സമയമെല്ലാം പരിശീലനം കഴിഞ്ഞവരെ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കാനും സിസ്റ്റർമാർ മറക്കാറില്ല. आजकल तो कैसा है? अच्छा है। अच्छा है। आप आता है ना कि? आता है। मिसी सिलाने के लिए मिसी मिला है? हाँ। ओह, क्या क्या सिलाता है? ये गले बनाता है, ऐसा फ्रॉक बनाता है। ओह, ये तो कौन बनाया? ये आम बनाया है। आप बनाए दो? इसका कितना है इधर? इसका 200 कितना अच्छा है ना? कितना सुंदर है ये तो सुंदर से बनाता है. और क्या क्या साफ सिलाने के लिए साथ सिलाता है, हाँ. पेन सिलाता है, पान सिलाता. ओ और तो ब्लाउज सिलाता है। सिलाता है. नीचे और कट कर सिलाता है ना साफ. इधर इधर सिलाओ, चल सिलाओ. हाँ, ये हाँ. इधर कपड़ा किना था ना कपड़ा हाँ, दुकान से दुकान से नहीं, हाथ से बनाने ला। ओह, आप बनाया था इधर हाँ। कहाँ से बना? हाथ से बना करके ऐसे इधर में सिलाएगा ना? सिला के बिक्री करते हैं। अच्छा अच्छा सिलाई 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 को नहीं सिलाई. सेकंड हैंड स्कूल में है ना बच्चा? सेक्रेटरी में है बच्चा लोग, कितना बच्चा है इधर में? उधर में 2 बच्चा है। एक चल क्लास 3 में हाँ, एक चल क्लास क्लास 5 में। ഈ ചേർത്തിയുടെ പേര് രന്യാനാഥം എന്നാണ്. രന്യാനാഥം ഞങ്ങളുടെ അവിടെ തയ്യൽ സെൻ്ററിൽ പഠിച്ചിട്ട് ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഇവിടെ വന്ന് തന്നെത്താൻ പിന്നെ കട തുടങ്ങി തന്നെത്താൻ തയ്ച്ച് പിന്നെ പൈസ സമ്പാദിക്കുന്നതാണ്. അതുപോലെ പിള്ളേരെ അതുകൊണ്ട് പഠിപ്പിക്കുന്നു. പിള്ളേരെല്ലാം നല്ല നിലയിൽ പഠിച്ചു പോകുന്നു. മൂത്ത കൊച്ച് ക്ലാസ് 9, 5, 3 അങ്ങനെയൊക്കെ പഠിച്ച് നല്ല നിലയിൽ പോകുന്നതാണ്. അതുപോലെ ചേർത്ത് തന്നെ നെയ്തുണ്ടാക്കിയ ഇവരുടെ ഗല ആണിത്. അത് കൂട്ടി യോജിപ്പിച്ചാണ് ഇവർ മുണ്ടായിട്ട് ഉടുക്കുന്നത്. അതുപോലെ ചേർത്തി ഉണ്ടാക്കിയ പേഴ്സാണിത്. ഈ പേഴ്സ് അവർ തയ്ച്ച് അവർ വിറ്റ് അങ്ങനെ പൈസ അവർ സമ്പാദിക്കുന്നു. പിന്നെ നൂല് അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് വെച്ച് വിറ്റാണ് ഇവർ പൈസ സമ്പാദിച്ച് നല്ല നിലയിൽ പോകുന്ന ഒരു ചേർത്തിയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഈ സ്ത്രീ ദാപ്പൂറിജോയുടെ ഹൃദയഭാഗത്താണ് തയ്യൽക്കട സന്തോഷത്തോടുകൂടി നടത്തിക്കൊണ്ടു പോകുന്നത്. ലഭിച്ച നന്മകൾക്കെല്ലാം ഇവർ കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ് തങ്ങളുടെ നൃത്തത്തിലൂടെ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11. ബാബിലോൺ പ്രവാസകാലത്ത് ഇസ്രായേൽ തങ്ങളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് പരിതപിച്ചപ്പോൾ ജെറമിയ പ്രവാചകനിലൂടെ ദൈവം നൽകിയ ഈ തിരുവചനം ഇവരുടെ ജീവിത വഴിയിൽ എത്രയോ തവണ മിഷണറിമാരിലൂടെ ഇവർക്ക് ആശ്വാസവും പ്രത്യാശയും പകർന്നിട്ടുണ്ടാകും. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ വൻ പദ്ധതിയിൽ വിശ്വസിക്കുകയും അത് നിറവേറാൻ സ്വയം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ടാവുകയും മുൻപോട്ടു പോകുവാൻ നമുക്ക് ശക്തി ലഭിക്കുകയും ചെയ്യും. അത് ഈ ജനങ്ങളിലൂടെ പ്രകടമാക്കി കാണിച്ചു തരികയാണ് അരുണാചലിലെ മിഷണറിമാർ.